ഒരു വഴിയരികിൽ ഒരു വലിയ കരിങ്കല്ല് കിടപ്പുണ്ടായിരുന്നു. ആളുകളെല്ലാം അതുവഴി പോകുമ്പോൾ ഈ കല്ല് അവിടെ കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ ചെരുപ്പിലെ ചെളി തൂത്ത് കളയാൻ അത് ഉപയോഗിച്ചു. ചിലരത് ഒഴിവാക്കിപ്പോയി. മറ്റു ചില ആളുകൾ അത് കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. വർഷങ്ങളോളം അവിടെ കിടന്ന ആ കരിങ്കല്ല് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. ഒരു ദിവസം ഒരാൾ ആ കല്ലിനെ നോക്കി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അയാൾ തന്റെ തോൾസഞ്ചിയിൽ നിന്ന് ചില പണിയായുധങ്ങൾ എടുത്ത് ആ കല്ലിലെ ചില പണികൾ ചെയ്യാൻ തുടങ്ങി. ആളുകൾ വട്ടം കൂടി. ആളുകൾ നോക്കി നിൽക്കെ ആ വഴിയരികിൽ കിടന്ന കരിങ്കല്ല് ഒരു മനോഹര ശില്പമായി തീർന്നു. ശില്പത്തിൽ അയാൾ ഇങ്ങനെ പണിയുന്നത് കണ്ടപ്പോ അവിടെ കൂടി നിന്ന ആളുകൾ അയാളോട് ഓരോ തരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. കണ്ണിന് അല്പം കൂടി നീളമാവാം, പുരികം ഇത്തിരി കൂടി വളയട്ടെ, മുടി ഇത്തിരി കൂടി നീളട്ടെ. നിരവധി അഭിപ്രായങ്ങൾ ശില്പിയുടെ മേൽ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോ അയാൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര കാലവും ഇതിലെ കണ്ണിനെ കണ്ടിരുന്നോ? പുരികത്തിന്റെ വളവ് ശ്രദ്ധിച്ചിരുന്നോ? മുടികൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, നിങ്ങൾ അതിനെ ഒരു കരിങ്കല്ലായിട്ട് മാത്രം കണ്ടു. ഞാൻ ഈ കരിങ്കല്ലിനുള്ളിലെ ശില്പം കണ്ട് ആ ശില്പത്തെ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ടല്ലേ. ഇന്നലെ വരെ നിങ്ങളിൽ ഇല്ലാതിരുന്ന ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇപ്പോഴാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പറയുന്നതല്ലേ. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. കൂടി നിന്ന ആളുകളെല്ലാം ഇളിഭ്യരായി മടങ്ങി. സത്യത്തിൽ ഇതുപോലെ കുറച്ച് ആളുകൾ നമ്മളുടെ ചുറ്റിനുമുണ്ട് കേട്ടോ. ഒരു കാര്യവും ചെയ്യാത്തവർ, ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ. മറ്റുള്ളവരെ ഉപദേശിക്കാനായി അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ടിവിയിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിലെ ആളുകളെ കുറ്റപ്പെടുത്തുന്ന ചില കാണികൾ ഉണ്ടാവും. അങ്ങനെയാണോ ബാറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ ബൗള് ചെയ്യുന്നത്? ഇവർ സ്കൂൾ ടീമിൽ പോലും അംഗമായിട്ടുണ്ടാവില്ല. കുറ്റം പറയുന്നതിന് ഒരു കുറവുമില്ല. കച്ചവടക്കാരോട് ഇങ്ങനെ കച്ചവടം ചെയ്താൽ നന്നാവും, അങ്ങനെ കച്ചവടം ചെയ്താൽ നന്നാവും അവർ പറയും. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കും. ജീവിതത്തിൽ അവർ വണ്ടി ഓടിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സത്യത്തിൽ പ്രവർത്തിക്കാതെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ അകറ്റി നിർത്തണം. നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടേണ്ടത് ഇവരെയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ അപകടമുണ്ടാകുമോ, അബദ്ധം സംഭവിക്കുമോ എന്നല്ല നമ്മൾ ഭയക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തി, ഭയപ്പെടുത്തി, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഇത്തരം ആളുകളെ ചുറ്റുപാടിൽ നിന്ന് അകറ്റി നിർത്തണം. അങ്ങനെ അകറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. അവരെ ഉപേക്ഷിച്ചേക്കണം. നന്ദി.